ഹായ് അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടുക്കാച്ച് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയൂലേ ചില പലഹാരങ്ങൾ, അത് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോഴും. നമുക്ക് അത്രയും സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് റവ വെച്ചിട്ടാണ്, റവയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടീസിനൊക്കെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവുമല്ലോ, അതിൽ അവർ ഇതും ഉൾപ്പെടുത്തും. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതാണ് കേട്ടോ, ഒന്ന് കുറച്ച് വലുപ്പത്തിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് പഴം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലാതെ തന്നെ തൊലി കറുത്ത പഴം ഉണ്ടാവുമല്ലോ, അതായിരുന്നാലും സൂപ്പറാണ് കേട്ടോ. നമുക്ക് നല്ലോണം പഴുത്ത പഴം കിട്ടിയാൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനിതാ ഞാൻ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ പഴം നടുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കനത്തിൽ കട്ട് ചെയ്തെടുക്കണ്ട, നമുക്ക് നല്ലോണം വാടി കിട്ടണം. നമുക്ക് വാട്ടിയെടുക്കുമല്ലോ, ആ സമയം നല്ലോണം വാടി കിട്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തവി വെച്ചിട്ട് ഉടയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ഇന്ന ഷേപ്പ് ഒന്നുമില്ല, നിങ്ങൾക്ക് വട്ടത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കനം കിട്ടും, വല്ലാതെ കനത്തിലാവരുത്, അതുകൊണ്ടാണ്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് നെയ്യിലൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ ആ നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ നെയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലാ എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പഴത്തിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപോലെ നല്ലോണം വാട്ടിയെടുക്കുക. പഴം നല്ലോണം വാടിയ ശേഷം ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ പഴം നമ്മൾ നല്ലോണം വാടി വന്ന ശേഷം ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ നമുക്കൊരു 2-3 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. ആ പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം 1/2 കപ്പ് ശർക്കര എടുക്കുക. അതുപോലെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചക്കരയാണ്. അപ്പം അതിൽ പൊടിയും അഴുക്കും ഒന്നുമില്ല, നല്ല ഇതായിട്ടുള്ള വൃത്തിയുള്ള ശർക്കരയാണ് കേട്ടോ, നല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നത് ശർക്കരയാണ്. അഴുക്കൊക്കെ ഉണ്ട്, കല്ലും പിന്നെ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇപ്പം ഈ സമയം നമ്മൾ ചേർത്ത് കൊടുത്തില്ല, ആ സമയം നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതും ഇതുപോലെ ഈ ഒരു കട്ടിയായിട്ട് വന്നോളും. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ ശർക്കര ഒന്ന് മെൽറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ പഴം ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണിലും കൂടുതലുണ്ട് കേട്ടോ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് ആ ശർക്കരയുടെ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തതിന് പകരം ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ് കേട്ടോ. അപ്പം റവ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്തതായാലും വറക്കാത്തതായിരുന്നാലും ഒരു കുഴപ്പമില്ല, രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ട് കുറച്ച് സമയം വാട്ടിയതിൻ്റെ ശേഷമാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. അപ്പം അത് നല്ലോണം നമുക്ക് ആ ശർക്കരയിലും ആ തേങ്ങയിലും പഴത്തിലെ കൂടി കിടന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവായി വരുന്ന സമയത്ത് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അപ്പം പശുവിൻ പാല് കയ്യിലുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതില്ല എന്നാണെങ്കിൽ പാൽപ്പൊടി ഇത്തിരി ഇതുപോലെ നമുക്ക് പാലും വെള്ളം പോലെ ഉണ്ടാക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി. സാധാരണ പച്ചവെള്ളം, ചൂടുവെള്ളമോ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പശുവിൻ പാലോ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ടുള്ള അതായിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ആ ഒരു പാലിൽ വേണം നമുക്കൊരു റവ അതുപോലെ മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് വാടി നല്ലോണം ഒന്ന് വെന്ത് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടുന്ന സമയത്ത് ആ ഒരു പാനിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവം ആവണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമുക്ക് അതിൽ നെയ്യുടെ അംശം ഒക്കെ ഉള്ളതല്ലേ. അപ്പം നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ എന്തെങ്കിലും എടുക്കാം കേട്ടോ, ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പോൾ അതാ നമുക്ക് റവ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് പോരുന്ന രീതിയിലാവണം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ആ കട്ടി ചൂടുണ്ടല്ലോ, നമുക്ക് കൈ പൊള്ളുന്ന ചൂടൊന്ന് മാറിക്കോട്ടെ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബോൾസ് ഒത്തിരി വലുതാക്കി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ
ഒരു ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് അവരുടെ കയ്യിൽ ഇപ്പൊ അവര് തന്നെ നമ്മളൊരു ബോക്സിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓരോ ബോൾസ് എടുത്ത് അവർ കഴിച്ചോളും. അവർക്ക് ഇഷ്ടാവും കഴിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ നല്ല ചെറുതാക്കിയ. പിന്നെ ഒരുപാട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒരുപാട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്ലേറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സ് സെറ്റ് ആയി പോവും. അപ്പൊ ഇനി ഇത് മുഴുവനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പൊ അത് ഞാൻ മുഴുവനും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 5-8 എണ്ണത്തിന്റെ കുറവുണ്ടാവും കേട്ടോ. മോള് സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോയതാ. അപ്പോൾ അത്രത്തോളം നമുക്ക് കിട്ടും. ആ ഒരു ഞാൻ ചെയ്ത ഒരു അളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പൊ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പൊ നെയ്യോ ഓയിലോ എന്താ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ആ നെയ്യും കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ബോളില്ലേ, ആ ബോൾസ് എല്ലാം നമുക്ക് ഇതാ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടെ കുണ്ടുള്ളതായിരുന്നാൽ കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ആ പാന് വെച്ചിട്ട് തന്നെ അത് ചുറ്റിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ചുറ്റും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാ ഇതുപോലെ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ പുറം ഭാഗം നല്ലോണം മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ നമ്മളിത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കുക്ക് ചെയ്യാനുള്ള ഒന്നും ഇല്ല ഇതിൽ കേട്ടോ. റവ ആയിരുന്നാലും പഴമായിരുന്നാലും എല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പുറമെ ഒരു മൊരുമുരാന്നൊന്ന് കിട്ടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും അല്ലേ, കഴിക്കുമ്പോൾ അടിപൊളിയാട്ടോ. കണ്ട ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തിട്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവര് ആ ഒരു അതിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ ഇതും ഉൾപ്പെടുത്തും കേട്ടോ. കാരണം അത്രയും ടേസ്റ്റാ. കുഞ്ഞു മക്കളായിരുന്നാൽ പോലും ഇത് കൊണ്ട് നടന്ന് കഴിക്കൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമുക്ക് പഴം, ഇപ്പൊ ഒരു പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് റവ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അത് മുറിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. പിന്നെ നമുക്കത് പാലിലൊക്കെ ആണല്ലോ നമ്മൾ റവ ഒക്കെ വാട്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തിട്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഇതിന്റെ പുറമെ ആണെങ്കിൽ ചെറിയൊരു മുരുമുര എന്നുള്ള ഒരു രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.